ഹലോ ഗൈസ്, സൈലന്റ് എഫ്സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കേരള സൂപ്പർ ലീഗ് തുടങ്ങിയിട്ട് അധികം മത്സരങ്ങൾ ഫോളോ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഒന്ന് രണ്ട് മത്സരങ്ങൾ മാത്രമാണ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. സോ ഇന്നൊരു മത്സരം കാണണമെന്ന് കരുതി തന്നെ ഇരുന്നു. അങ്ങനെ കാണാൻ കഴിഞ്ഞത് കാലിക്കറ്റ് എഫ് സിയും ഫോഴ്സ കൊച്ചിയും തമ്മിലുള്ള മത്സരമായിരുന്നു. കാലിക്കറ്റിൻ്റെ ഹോം മാച്ച് EMS സ്റ്റേഡിയം കോഴിക്കോടിലായിരുന്നു മത്സരം നടന്നത്. സോ ഈ രണ്ട് ടീമിൻ്റെയും മൂന്നാമത്തെ മത്സരമായിരുന്നു. കാലിക്കറ്റ് എഫ് സി ആണെങ്കിൽ ഒരു മത്സരം ജയിക്കുകയും ഒരു മത്സരം ഡ്രോ ആയിട്ടുമാണ് നിന്നിരുന്നത്. ഫോഴ്സ കൊച്ചി ആണെങ്കിൽ ഒരു മത്സരം തോക്കുകയും ഒരു മത്സരം ഡ്രോയും ആയിരുന്നു. അതിലെടുത്ത് പറയേണ്ടത് കാലിക്കറ്റ് എഫ് സി കഴിഞ്ഞ മത്സരം തോൽപ്പിച്ചത് മലപ്പുറം എഫ് സിനെയാണ്. ജോൺ ഗ്രിഗറി, ISL കോച്ചായ ജോൺ ഗ്രിഗറിയുടെ കീഴിലുള്ള മലപ്പുറം എഫ് സിയെ തോൽപ്പിച്ചിട്ടാണ് അവർ ഈ ഹോം മാച്ചിലേക്ക് കടന്നു വരുന്നത്. സോ കാലിക്കറ്റ് EMS സ്റ്റേഡിയത്തിൽ നടന്ന മത്സരം 1-1 ഡ്രോയിലാണ് അവസാനിച്ചത്. അങ്ങനെ കാലിക്കറ്റ് എഫ് സി സ്റ്റിൽ അൺബീറ്റൺ ആയിട്ട് അവരുടെ തുടരുകയാണ്. സോ ഇനി മാച്ചിലേക്ക് നോക്കുകയാണെങ്കിൽ കളിയുടെ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു ഭൂരിഭാഗം ടൈമും കളി ഫോഴ്സ കൊച്ചിയുടെ കാലുകളിൽ തന്നെയായിരുന്നു. മിഡ്ഫീൽഡ് നന്നായിട്ട് പന്ത് പാസിങ്ങും മിഡ്ഫീൽഡ് പ്രോഗ്രഷനും അതേപോലെ തന്നെ വിങ്സിൽ കൂടെയുള്ള അറ്റാക്കും ക്രോസസും എല്ലാം കാര്യമായിട്ട് നടത്തിയത് ഫോഴ്സ കൊച്ചി തന്നെയായിരുന്നു. നമ്മുടെ ISL ചെന്നൈയിൻ എഫ് സിയുടെ എക്സ്പ്ലെയറായ റാഫേൽ അഗസ്റ്റോ ആണ് അവരുടെ മിഡ്ഫീൽഡിലെ എൻജിൻ എന്ന് പറയുന്നത്. സോ കാലിക്കറ്റാണെങ്കിൽ കുറച്ചും കൂടി ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോളായിരുന്നു. എങ്ങനെയെങ്കിലും ഫോഴ്സ കൊച്ചിയുടെ കാലിൽ നിന്ന് പന്ത് കിട്ടുമ്പോൾ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അതും ഒരു എന്താ പറയുക, വെൽ ബിൽഡ് കൗണ്ടർ അറ്റാക്സ് ആയിരുന്നില്ല മോസ്റ്റ്ലി. സോ അങ്ങനെ കളി കൂടുതൽ നേരം ഫോഴ്സ കൊച്ചിയുടെ കൺട്രോളിൽ തന്നെയായിരുന്നു. പക്ഷേ ഇതിനെല്ലാം ഓപ്പോസിറ്റ്. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. കാലിക്കറ്റ് എഫ് സിയുടെ ഫസ്റ്റ് ഹാഫിലെ ഡിഫൻസീവ് ലൈനിനെ കുറിച്ചാണ്. കാരണം ഫോഴ്സ കൊച്ചി ഇതേപോലെ നല്ല രീതിയിൽ അറ്റാക്കിങ് നടത്തുമ്പോഴും കാലിക്കറ്റ് എഫ് സിയുടെ ഡിഫൻസീവ് ലൈനിലെ പ്ലേയേഴ്സ് ഒരു ഹൈ ലൈൻ പിടിക്കുകയും ഫോഴ്സ കൊച്ചിയുടെ പ്ലേയേഴ്സിന് ഒന്നിൽ കൂടുതൽ തവണ ഓഫ് സൈഡ് ട്രാപ്പിൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതെനിക്ക് വളരെ നല്ലൊരു ടാക്റ്റിക്കൽ മൂവായിട്ട് തോന്നിയിരുന്നു. സോ അങ്ങനെ കളി കൂടുതലും ഫോഴ്സ കൊച്ചിയുടെ കാലുകളിൽ നിൽക്കുകയും എന്നാൽ 41ാമത്തെ മിനിറ്റിൽ കളിക്ക് വിപരീതമായി ഗോൾ ലീഡ് എടുക്കുന്നത് കാലിക്കറ്റ് എഫ് സി ആയിരുന്നു. ഗാനി നിഗം അവരുടെ മിഡ്ഫീൽഡറാണ്. ഇതൊരു കൗണ്ടർ അറ്റാക്കിംഗ് ബോള് അദ്ദേഹം പെനാൽറ്റി ബോക്സിൽ പുറത്തുനിന്നൊരു ഷോട്ട് ഉതിർക്കുകയാണ്. പക്ഷേ ഷോട്ട് ഫോഴ്സ കൊച്ചിയുടെ ഡിഫൻഡറിൻ്റെ കാലിൽ തട്ടി ഡയറക്ഷൻ മാറുന്നുണ്ട്. സോ ഗോൾ കീപ്പർ 2 സ്റ്റെപ്പ് മുന്നോട്ട് കയറിയാണ് നിന്നിരുന്നത്. സോ പന്ത് അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മേളിൽ കൂടെ പോസ്റ്റിലേക്ക് കയറിയായിരുന്നു. അദ്ദേഹം ബാക്ക് ഓടി ഒരു ഡൈവ് നടത്തി നോക്കി, പക്ഷേ അദ്ദേഹത്തിന് അത് ഡിഫെൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. സോ അങ്ങനെ ഗാനി നിഗത്തിൻ്റെ 3ാമത്തെ ഗോളാണ് ഈ സീസണിൽ. സോ അതിനുശേഷം കുറച്ചും കൂടി കാലിക്കറ്റ് പ്ലേയേഴ്സ് കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആയി തന്നെ പറയാം. അവർ കുറച്ചും കൂടി അറ്റാക്കിങ്ങിലേക്ക് കുറച്ചും കൂടി പ്ലേയേഴ്സിനെ കമ്മിറ്റ് ചെയ്യാൻ തുടങ്ങി. ഇനി സെക്കൻഡ് ഹാഫിലേക്ക് നോക്കുകയാണെങ്കിൽ കാലിക്കറ്റ് ഫസ്റ്റ് ഹാഫിൻ്റെ അത്രയും ഒതുങ്ങിക്കൂടിയൊരു കളി ആയിരുന്നില്ല. പക്ഷേ സ്റ്റിൽ ഫോഴ്സ കൊച്ചി തന്നെയായിരുന്നു കൂടുതലും പാസുകളുടെ കാര്യത്തിലും അറ്റാക്കിംഗ് പ്രോഗ്രഷൻ്റെ കാര്യത്തിലും മുന്നിൽ നിന്നിരുന്നത്. അതേപോലെ കാലിക്കറ്റ് എഫ് സിയുടെ ഗോൾ കീപ്പറായിരുന്ന വിശാലിന് കുറച്ചും കൂടി വർക്ക് റേറ്റ് കൂടുതലായിരുന്നു സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ. അദ്ദേഹം നന്നായിട്ട് തന്നെ പ്രിവെൻറ്റ് ചെയ്ത് നിർത്തുകയും ചെയ്തു. പക്ഷേ 75th മിനിറ്റിൽ 2 സബ്സ്റ്റിറ്റ്യൂട്ടേഴ്സിൻ്റെ ലിങ്കപ്പിൽ ഫോഴ്സ കൊച്ചി അവരുടെ ഈക്വലൈസിംഗ് ഗോൾ കണ്ടെത്തുകയാണ്. കമൽപ്രീത് സിംഗ് ബോക്സിന് പുറത്തുനിന്ന് കൊടുക്കുന്ന ഒരു ഡയഗണൽ ക്രോസ് സൗത്ത് ആഫ്രിക്കൻ പ്ലെയറായ സിയാൻ്റെ 2 ഡിഫൻഡേഴ്സിൻ്റെ ഉള്ളിലേക്ക് ഓടിക്കേറി ഒരു ഹെഡർ പ്ലേസ് ചെയ്യുകയാണ്. കറക്റ്റ് പ്ലേസിങ് ഹെഡർ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പവറിൻ്റെ കാര്യത്തിൽ പ്ലേസ്മെൻറ്റിലാണ് ആ പന്ത് പോസ്റ്റിലേക്ക് കയറുന്നത്. ഗോൾ കീപ്പർ വിശാൽ ഫുൾ ഒരു ഡൈവ് നടത്തി നോക്കുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് അത് കിട്ടുന്നില്ല. അദ്ദേഹം ബീറ്റനാവുകയാണ്. സോ അങ്ങനെ ഈക്വലൈസിങ് ഗോള് 75ാമത്തെ മിനിറ്റിൽ ഫോഴ്സ കൊച്ചി നേടിയെടുക്കുന്നുണ്ട്. സോ ഇതിന് ശേഷം ഒരു എന്താ പറയുക എൻഡ് ടു എൻഡ് ഗെയിമായി തുടങ്ങി. അത്യാവശ്യം കാലിക്കറ്റ് കുറച്ചും കൂടി ഇനി ഗോൾ അടിക്കണം, അവർ കുറച്ചും കൂടി അറ്റാക്കിംഗ് ടെൻഡൻസി കാണിച്ചു. അതേപോലെ തന്നെ ഫോഴ്സ കൊച്ചിയും നല്ല രീതിയിൽ അറ്റാക്കിംഗ് ടെൻഡൻസി കാണിച്ചിരുന്നു. പക്ഷേ മത്സരത്തിൽ വേറെ കാര്യമായ ചേഞ്ചസും ഇവൻറ്റ്സും ഒന്നും നടന്നില്ല. മത്സരം 1-1 ഡ്രോയിൽ അവസാനിക്കുകയായിരുന്നു. ഇനി ഇതിൽ മറന്നുകൊണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമുള്ളത് ഫോഴ്സ കൊച്ചിയുടെ ഡിഫൻസീവ് ലൈനും അപ്രിസിയേഷൻ അർഹിക്കുന്നതാണ്. കാരണം ആ ഒരു ഡിഫ്ലക്റ്റായ ഗോളല്ലാതെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് തന്നെ ഫോഴ്സ കൊച്ചിയുടെ ഡിഫൻസീവ് ലൈനും കാഴ്ചവെക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ മത്സരം 1-1 ഡ്രോയിൽ അവസാനിച്ചു കാലിക്കറ്റിൽ. സോ മത്സരത്തിൻ്റെ എൻഡിൽ നോക്കുകയാണെങ്കിൽ കാലിക്കറ്റ് എഫ് സി ഇപ്പോൾ പോയിന്റ്സ് ടേബിളിൽ ഫസ്റ്റ് നിൽക്കുന്നുണ്ട് വിത്ത് 5 പോയിന്റ്സ്. ഒരു വിജയവും 2 ഡ്രോയുമാണ്. 5 പോയിന്റ്സുമായിട്ട് ഫസ്റ്റ് നിൽക്കുന്ന 3 മത്സരങ്ങളിൽ നിന്ന്. തൊട്ട് തന്നെ ട്രിവാൻഡ്രം കൊമ്പൻസ് ഒരു മത്സരം കുറവ് കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. സോ മേ ബി നെക്സ്റ്റ് മാച്ചിൽ അവരുടെ അടുത്ത മാച്ചിലെ റിസൾട്ടോടുകൂടി അവർ ചിലപ്പോൾ ഓവർടേക്ക് ചെയ്തേക്കാം. ഫോഴ്സ കൊച്ചി ഒരു വിജയം കണ്ടെത്തേണ്ടതുണ്ട്. അവരിപ്പോൾ 3 മത്സരങ്ങളായി 2 ഡ്രോയും ഒരു തോൽവിയായിട്ട് നിൽക്കുകയാണ്.
സോ നിങ്ങൾ ഈ സൂപ്പർ ലീഗ് മാച്ച് കണ്ടിരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആ മാച്ചിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതേപോലെ നമ്മുടെ ഈ സൂപ്പർ ലീഗ് കേരളയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ലീഗിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ ഒന്ന് പറയാവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. അതേപോലെ ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഫുട്ബോൾ കണ്ടന്റ്സ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ നിങ്ങളുടെ മലയാളി ഫുട്ബോൾ ഫ്രണ്ട്സിനെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കുക. ആൻഡ് ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.